ഇതിൻ്റെ ഒക്കെ കാരണക്കാരൻ ഈ പൂച്ചട്ടാ, കണ്ടില്ലേ? ഈ പൂച്ചയാണ് ഇതിൻ്റെ ഒക്കെ കാരണം. പൂച്ച വന്നേ പോലെ എനിക്ക് കിട്ടിയ മലയിലത്തുള്ള കതിർ വന്ന ഇത് മലക്കായിട്ടാണ് വന്നിരിക്കണേ പൂച്ച. ഇതാണ് ഈ കിടക്കണേ പൂച്ചയെ. അടുത്ത് വാലില്ലാത്ത പൂച്ചട്ടാ. ഇതാണ് കേട്ടോ ആ തെങ്ങ്. ഇങ്ങോട്ടൊക്കെയാണ് ഇതിമ കയറുമ്പോൾ ആ നിൽക്കണ പരുന്ത് ഇതാ കാണാണ്ട ഞങ്ങൾക്ക്. പരുന്ത് കാണണ്ട. അത് ഇനിയിപ്പോൾ അവിടെ കയറുന്ന സമയത്തുണ്ടാവും റബ്ബേ തലമ വന്നിട്ട് എന്താ അറിയാം. ഇതിമ കയറാൻ തന്നെ പേടിയാണ്. ഇപ്പോൾ വരും രണ്ടെണ്ണം ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് തലമ വന്ന് കൊത്തുന്നതാണ്. കാറ് നിർത്തിയതിനൊക്കെയാണ് രണ്ട് സൈഡിലും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇനി ഇറക്കണം. അത് കഴിഞ്ഞാൽ അവിടെ ഒരു തെങ്ങ്, രണ്ടാമത്തത് അതിൻ്റെ ചുവട്ടിൽ വണ്ടി. ഇയാളച്ച വിളിച്ചിട്ട് പോവാം. പിന്നെ കാച്ചാ ഈ അപകടം പിടിച്ച തെങ്ങാണ്. ഇവർ പറഞ്ഞ പോലെ ഒന്നും വണ്ടി ചെന്നിട്ട് കയറാനും പറ്റൂല. കണ്ടി ഇതാണ് ഇതൊരു തെങ്ങ്. കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കാറ് നിർത്തി കണക്കാണ്. ആ നിർത്ത് മാറ്റൂല, കൊല നിറഞ്ഞേക്കാണ്. കണ്ടിട്ട് ഞങ്ങൾ ഈ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരികയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പണിയെടുക്കാൻ. അതിൻ്റെ മുകളിൽ എന്തായാലും പണി തുടങ്ങട്ടെ. ഞാൻ ശനിയാഴ്ചയാണ് 4/10/2021 രാവിലെ പുലർച്ചെ വന്നതാണ്. അത് കഴിഞ്ഞതാ അത് നിറഞ്ഞിരിക്കുകയാണ്. ഇത്തിരി നിറഞ്ഞ് നിൽക്കുമ്പോൾ അവരെ വീടാ, ആരാൻ്റെ വീടാ. ഇവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കാറൂടെ നിർത്തിക്കുക. എന്തായാലും സാറല്ല അയാൾ 4,000 രൂപ തരും. ഞാൻ ചോദിക്കുന്നത് ഇയാൾ കണ്ടറിഞ്ഞിട്ട് തരില്ല. ചിലപ്പോൾ 5,000 6,000 ഉണ്ടാവും. പിന്നെ ഒരു 10-30 ഇളനീനും തരും. ഈ തെങ്ങുമത്തെ 10-40 ഇളനീന് എന്നോട് കൊണ്ടുപോകാൻ പറയും. ഞാൻ അത് ചെറുതാണ്, നമ്മളെ കട കൊണ്ട് വിറ്റാലും 30 രൂപയ്ക്ക് 40 രൂപ വിൽക്കാം. എന്തായാലും ആ മനുഷ്യൻ്റെ ഒരു പ്രയാസമല്ല വെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കണം. എന്നുവെച്ചാൽ കറണ്ട് ബില്ല് എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങണ റൂമിലത്തെ ബില്ലും കടയത്തെ ബില്ലും പെരയത്തെ ബില്ലും കൂടി ഒരു 7,000 അങ്ങനെ വന്ന് കിടക്കുക. എന്നാൽ ഞാൻ എന്തായാലും ഇതിമൊന്ന് മനക്കെട്ടിട്ടേ എൻ്റെ പണികളൊക്കെ നിർത്തി ഒഴിവാക്കിയിട്ടപ്പോൾ ഈ വന്നിക്കണേ. ഇത് ഇന്നലെ എൻ്റെ ഇളനീൻ പറിച്ചു കൊടുന്നതാണ്. ഞാൻ വണ്ടി കാര്യമാക്കിയിട്ടില്ല. കാരണം ഇവിടുത്തെ ഇളനീൻ അവർക്കാണ്ട് കൊടുക്കല. ഇവിടുത്തെ ഇളനീൻ ഇവർക്കാണ്ട് കൊടുത്തിട്ട് സംസുക്കാർ ഇവിടെ വന്നിട്ട് ഇളനീൻ ചെത്തിയ സംസുക്കാർക്ക് ഒരു 500-600 വേറെയും കൊടുക്കും. പിന്നെ എൻ്റെ വകമായിട്ടുള്ള പൈസ വേറെ ഉണ്ട് സംസുക്കാർക്ക്. ഇപ്പോൾ സംസുക്ക നാട്ടിലാണ്. അപ്പോൾ അത് കാരണം എന്തായാലും നമ്മുടെ പണി തുടങ്ങട്ടെ. ഇനിയിപ്പോൾ മൂപ്പരവിടെ ഇളനീന് എൻ്റെ വണ്ടി ഇട്ടിട്ട് അവിടെ കടയിൽ കൊടുന്ന് ചെത്തിയിട്ട് ആ ചെക്കനിക്ക് എന്തെങ്കിലും കൊടുത്തോട്ടല്ല. അപ്പോൾ എനിക്ക് ചെത്തി കൊടുക്കാൻ എനിക്ക് നേരമില്ല. എന്തായാലും പണി തുടങ്ങട്ടെ. സാധാ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എന്തായാലും നമ്മൾ പണി ആരംഭിക്കട്ടെ. ചലോ കാം ചാലു കറിയേ. സാധാ അള്ളാൻ്റെ കാവലുണ്ടാവട്ടെ. മാഷാ അല്ലാ. എൻ്റെ ഉമ്മയുടെ ദുആ കിട്ടിയാൽ മതി. ഉമ്മ ദുആ ചെയ്താലും ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യത്തിൽ കയറാം. മാഷാ അല്ലാ. ആ തെങ്ങുമത്തെ ഇളനീനെ മൊത്തം പറിച്ചിട്ടാണ് വണ്ടി വിടാതെ. ഇന്ന് ശനിയാഴ്ചയാണ്. ഭയങ്കര ഡേഞ്ചർ പിടിച്ച സംഭവമാണ്. അവിടെ കാണി കംപ്ലീറ്റ് വൃത്തിയാക്കി ഓലാണ്ട് വെട്ടി. ഇവൻ ചെയ്ത പണിയുണ്ടെങ്കിൽ എന്താ നിങ്ങളോട് പറയും. മനുഷ്യന്മാർ ബുദ്ധി കൂടിയാലും പ്രശ്നം തന്നെയല്ല. പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇവൻ കേൾക്കണ്ടേ. നിങ്ങൾക്ക് രസം. ഈ തെങ്ങുമെന്ന് ഞാൻ പണിയെടുക്കുമ്പോൾ ഇനി കയറാണ്ട് അവിടെ ഒന്നുണ്ട്. അതിൻ്റെ അപ്പുറം 2 തെങ്ങുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കാറ് നിർത്തിന് ആരാ നിർത്തിയെന്ന് അറിയില്ല. ഓനോട് ഞാൻ പറഞ്ഞ് തെങ്ങുമ കയറിനോട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു, കയറ് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു കയറ് വിടരുത്. വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കയറ് പോയിട്ട് കുളത്താണ്. ആ കുളത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു കാറുമ കുളത്തുക, അല്ലെങ്കിൽ ബൈക്കുമ്മ കുളത്തുക, അല്ലെങ്കിൽ ലോറിമ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാനടക്കം തെങ്ങുമെന്ന് വീഴും. അപ്പോൾ അത് വിടരുതിട്ട് 2 കയറും കയ്യിൽ പിടിക്കണട്ടാന്ന് പറഞ്ഞു. ഇവനെ ആന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഞാൻ നിങ്ങൾ നോക്കണം. മനസ്സിൽ ഓരോ കാര്യങ്ങൾ എല്ലാവരുടെ എൻ്റെ മനസ്സിൽ മാത്രമൊന്നുമല്ല, പൊതുവെ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓരോ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ അതിനെ വളരെ ഭയപ്പെടണമെന്ന് ഞാൻ 100 തവണ പറയുന്നുണ്ട്. കാരണം ആരും അത് കാര്യമാക്കലില്ല. കാരണം ഇന്നെ പോലെ ഞാൻ അങ്ങനെ ഓരോന്ന് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയില്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരാൻ പോകണമെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് കാണിക്കും. അപ്പോൾ ആ കാണിക്കുമ്പോൾ അതിനെ വളരെ ഭയപ്പെടണം. ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ഇത്രയും അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിൽ കയറിക്കാൻ പറഞ്ഞു. ഇവനെന്ത് ചെയ്ത് ഇവനെ മറന്ന് ഇവനെ കൊളത്താണ്ട് വിട്ട് വേറൊരു ബൈക്കുകാരൻ പോവുമായിരുന്നു. അയിമട് ബൈക്കിൻ്റെ മോളോ അങ്ങനെ മറ്റേ ബാറ്ററിയുടെ വണ്ടി അയിമട് കൊളത്തി. അപ്പോൾ ഒന്ന് തൊള്ളട്ടിട്ട് ആ വണ്ടിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് അവിടെ നിന്ന്. അപ്പോൾ ഈ പഹനോട് ഞാൻ പറഞ്ഞ് കയറ് വിടരുതിട്ടാണ്. കാരണം ആ കുളത്തുമെന്ന് കൊല കെട്ടയച്ചാൽ നമ്മൾ 2 കയ്യുമേ ആ കുളത്ത്
ആ 2 കയറും നമ്മൾ കൈമ പിടിച്ചിട്ട് വലിച്ചിട്ട് ടൈറ്റാക്കി 2 വിട്ട് കൊടുക്കണം. അതിന് ഈ പഴം അത് മറന്ന് ഇവരോടൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട എന്തിനാണ് ഇപ്പം എങ്ങനെയൊക്കെ പറയണമെന്നുള്ളത്. അപകടം വന്നതിന് ശേഷമാണ് ഈ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് അത് വളരെ ശരിയാണെന്നുള്ളത്. അതിൽ പടച്ചോൻ്റെ ഒരു കാവലുണ്ടായി. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു തെങ്ങ് കയറി ഈ തെങ്ങുമ്മത്തെ കാറ് ആരുതാന്നുള്ളത് അറിയണില്ല. അയാൾ അറിയാം, പക്ഷെ അയാൾ ബെല്ലടിച്ചതൊന്നും എടുക്കണില്ല. ആരുണ്ട് ആ സാറ് വിളിച്ചിട്ട് പറയാം എന്താ ഞാൻ ചെയ്യാം മുഹമ്മദ്, ഇതൊന്ന് ശ്രദ്ധിച്ചിറക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് കൊടുത്തിട്ടില്ല. അതേമാതിരി ഇന്നലെ ഞാൻ മിഞ്ഞാന്ന് എൻ്റെ അമ്മക്ക് ഒരു 5000 രൂപ ചിലവിന് അയച്ചു കൊടുത്തു. സത്യമായിട്ട് ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് പറഞ്ഞത് 5000 രൂപ ഞാൻ 2 മാസമായിട്ട് അമ്മക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായില്ല. മറ്റേ മാസം 3000 രൂപ അയച്ചു കൊടുക്കില്ല. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് 5000 രൂപ അയച്ചു കൊടുത്ത് അതിന് പടച്ചോന് ഇപ്പോൾ ഈ തെങ്ങുമ്പത്തെ ഏകദേശം ഒരു 10-75 ഇളനീരുണ്ടാവും. എന്നോട് പറഞ്ഞ അയച്ചു കൊണ്ടുപോയിക്കൊന്ന്, കാരണം കുറച്ച് കയമ്പായി. അയാൾക്ക് പാനിവില വേണ്ടത്, ഞാൻ കുറച്ച് വരാൻ നേരം വഴുകി. അപ്പോൾ എന്നോട് പറഞ്ഞ അയച്ചു കൊണ്ടുപോയിക്കോ പറഞ്ഞു. ഇനി എന്നോട് പറഞ്ഞാൽ അതിമൊക്കെ തേങ്ങ ഉള്ളതൊക്കെ ഇജ്ജ് കൊണ്ടുപോയിക്കോ, എനിക്ക് അതൊന്നും വേണ്ടൊക്കെ പാനിവില കുറച്ച് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 3000 രൂപ 4000 രൂപ ഇളനീര് ദിമുണ്ടാവും. പിന്നെ അയാൾ ഒരു 5000-6000 രൂപ വേറെ തരും. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഒരു 5000 അയച്ചു കൊടുത്തപ്പോൾ അതിന് ഉമ്മയുടെ നിസ്കാരപ്പായുള്ള ദോയാണത്. അതിൻ്റെ ശേഷം ഇന്നലെ ഞങ്ങളോട് പറയണേ ഒരു ഏഷയുടെ സമയത്തുണ്ട് ഒരു മെസ്സേജ് വന്നു കിടക്കണേ. അപ്പോൾ ഞാൻ സാധാരണ ഒരു 5 തെങ്ങ് അവിടെ ഉണ്ട്, ഞാൻ കേരളമാണ്. അപ്പോൾ എന്നോട് അയാൾ വിളിച്ചു, അത് ഇതേമാതിരി അപകടം പിടിച്ച തെങ്ങ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒരാഴ്ചയിനുള്ളിൽ ഞാൻ വിട്ടുതരാം. ഞാൻ പറഞ്ഞ ഒരാഴ്ചയിനുള്ളിൽ ഞാൻ വരാറുണ്ട്. അത് അയിമത്തെ ഇളനീനൊക്കെ കൊണ്ടുപോയിക്കോന്ന് പറയും. എന്നിട്ട് ഒരു 1500 രൂപ വേറെ തരും ചെയ്യും. നല്ലൊരു അതിൻ്റെ മോന് നല്ലൊരു ചെക്കനാണ്, പാവാണ്. അപ്പോൾ നിങ്ങൾ ഇന്നാൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം എന്താ അറിയോ, സ്വന്തം ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നമ്മളും തള്ളാർക്കും തന്താർക്കും നമ്മൾ പൈസ അയച്ചു കൊടുക്കണം. ഭാര്യക്കും മക്കൾക്കും അയക്കണതിൻ്റെ മുന്നേ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കും. അവരാ നിസ്കാരപ്പായിൽ ദുആ ചെയ്താൽ നമ്മൾ ഏത് ലോകത്തുണ്ടെങ്കിലും അള്ളാഹു മലക്കുകളെ പറഞ്ഞു വിടും. ആ ഉമ്മാൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിനെ ഉമ്മ അറിയാതെ തന്നെ നമ്മളെ ഹൃദയത്തേക്ക് കടന്നു വരും. നമ്മൾ പോലും അറിയാം. അങ്ങനെ സ്വയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഉമ്മാനെ പറ്റി. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും അവിടെ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരും നോക്കാല്ല. നമ്മളൊക്കെ ചെറുപ്പം മുതൽ വളരെ കഷ്ടപ്പെട്ട് നോക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് നമുക്ക് 10,000 കിട്ടുമ്പോൾ അവർക്കൊരു 3000 അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ 2000 അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ 1000 അയച്ചു കൊടുക്കണം. മാസം കറക്റ്റിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് മതി ഭാര്യക്കും മക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കല്. ഞാൻ എൻ്റെ അമ്മക്ക് 5000 കൊടുത്തപ്പോൾ എനിക്ക് ഇതാ 10-12,000 രൂപ മുതൽ കിട്ടി. ഉമ്മക്ക് കൊടുത്താലും കിട്ടും 7000 രൂപ ബാക്കിൻ്റെ. അതുപോലെ ഇന്നലെ രാത്രി ഉണ്ട് 5 തെങ്ങ് കയറാം. ഞാൻ പറഞ്ഞ ഒരാഴ്ച ഉണ്ടാവും ഏകദേശം ഒരു 8000-10,000 രൂപ മുതൽ. അപ്പോൾ കറണ്ട് ബില്ല് 7000 പുറത്ത് ബില്ല് വന്നിട്ടുണ്ടായിന്. പിന്നെ വേറെ ദേവി കൊണ്ടുപോയതിന് ഞാൻ ഒരു 2000 രൂപ വേറെ കൊടുത്ത്. അപ്പോൾ എൻ്റെ മുതൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് കൂടെ പറിച്ചോൻ തരുന്നുണ്ട്. അത് അതിനത്ര സമയമൊന്നും വേണ്ട. നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് അതിൻ്റെ പ്രതിഫലം തരും. നമ്മൾ നല്ല മനസ്സോടെ തന്നെ നല്ല ഹൃദയത്തോടെ തന്നെ നടന്നാൽ മതി. കാര്യം ഭാഗ്യം ഒരാളോടും ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും മറ്റുള്ളവരോടും ആരോടും കറ വെച്ച് നടക്കാതെ റബ്ബുമായിട്ട് ഇങ്ങനെ നല്ലപോലെ അടുത്തോക്കാണ്. നമുക്ക് 24 മണിക്കൂർ 48 മണിക്കൂർ ഒരാഴ്ചയിലുള്ളിലൊക്കെ നമുക്ക് ദുആ ചെയ്താൽ ഏത് എല്ലാ മതക്കാരോടും പറയാം, പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കണ്ണു തുറക്കും. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഉമ്മാക്ക് 5000 കൊടുത്ത് അള്ളാഹു അതിൻ്റെ പ്രതിഫലം തന്നു. അപ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവർക്ക് എപ്പോഴും പൈസ അയച്ചു കൊടുക്കുക. അവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും അവർ ഏത് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചാലും നമ്മളെടുത്ത് ആ പ്രാർത്ഥന കടന്നു വരും. സാധാരണ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, അത് എങ്ങോത്തെ പണി കഴിഞ്ഞിട്ടാ കാണാണ്ടെങ്കിൽ എത്ര ഓല വെട്ടിയെന്നറിയോ. ഹൈ, വല്ലാത്തൊരു ജീവിതം. ഈ കാറ് നിർത്തണ കാണത്തല്ല ഭയങ്കര ഇടങ്ങറ്. കംപ്ലീറ്റ് ഓല വെട്ടണം ഇവിടെ. वो तकलीफ था ना झाड़ का, കാടി വീട് ഉറുമ്പ് കടിച്ചിട്ട് ആ തെങ്ങിൻ്റെ മുകളിൽ നല്ല ഉറുമ്പാ. ഈ സാധനം വെച്ചിട്ടാണ് തെങ്ങിൻ്റെ മുകളിൽ കയറണേ. ചെറിയ ഉറുമ്പ് കിടക്കാണെങ്കിൽ കാണാണ്ടെങ്കിൽ ഉറുമ്പ് കടിച്ചിട്ട് പൊള്ളച്ചിക്കണേ. ഉറക്കറേ നല്ല ഉറുമ്പ്. ഈ ഉറുമ്പ് കടിക്കുമ്പോൾ എന്താ പറയുക, പണീനോട് താല്പര്യമില്ല. സംഭവം 10 രൂപ കിട്ടുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് ചത്ത് പണിയെടുക്കുക. അല്ലെങ്കിൽ ആർക്കും ഇതിൻ്റെ പിന്നാലൊക്കെ മുടിയാളുള്ള നേരം ഇൻഷാല്ലാ പണി കൊടുക്കട്ടെ. सेठ अली भाई को बोलो आया करके आ गया है ना। उनका थोड़ा अच्छा हो, गांव में है अभी, थोड़ा 1 हफ्ते के लिए गया। अली का सेठ का बस आया मैंने, ठीक है, ये झाड़ का काम करके दे रहा है. चलो ठीक है. അലിക്കട യൂറോപ്പിൽ വന്ന
തെങ്ങാണ്. അലിഖാന്റെ അടുത്ത് ഈ സാറ് പോയത്. पापा का बहुत जूना है पाली भाई, पापा गुजर गया, पापा नहीं है अभी। हाँ ഇത് लाल वैन रखा है अपन। अच्छा डैडी डैडी मर गए जून महीना 15 जून മൂപ്പര വാപ്പ മരണപ്പെട്ട്. तुम इधर बॉम्बे आएगा ना तो मैं तुमको मिलने को आएगा। इंशाल्लाह बोल देता है अली भाई को ये वीडियो। को बोलना कि अली भाई आया है, ठीक है मिलने को आएगा। ये गाड़ी बिल्कुल नहीं हटा रहा, क्या करेगा अभी? फिर भी सेठ बोल रहा है मोहम्मद संभाल के निकालो, ये साहब तो अभी आने वाला है ही नहीं है. ഈ വണ്ടി രണ്ട് വണ്ടി അയാളുടെ വേറെ ആളുതാണ്. ഇത് എമ്മത്ത് മാറ്റണം. എനിക്കാച്ച ഇതിമ്മ കയറുമ്പോൾ എൻ്റെ കയ്യും കാലൊക്കെ വിറക്കുക. കാരണം എന്ന് വെച്ചാൽ രണ്ട് ഇവിടെ തെങ്ങിൻ്റെ നേരെ താഴ്ത്ത ഈ കാറും നോക്കണേ. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ് അടുത്ത ഞായറാഴ്ച വന്നിട്ട് പറിച്ചു തന്നു. അപ്പോൾ എങ്ങനെ പറിച്ചാലും ശരി ഇയാൾ മാറ്റൂല അത്ര. ഇയാളും കൂടി ചെറിയൊരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ മനസ്സിനുള്ളിൽ മനസ്സ് പറയുക ഞാൻ കയറും. ഇത് കയറിക്കൊച്ച ധൈര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇപ്പോൾ ചെറിയൊരു പേടി ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിക്കുക വെച്ചാൽ അള്ളാഹ് തന്നെ അറിയുള്ളൂ. ഞാൻ കയറുന്നുണ്ട്, കാരണം മനസ്സ് പറഞ്ഞാൽ ഞാൻ ചെയ്യലുണ്ട് സാധാരണ. ഇത് കയറിക്കൊന്നും സംഭവിക്കില്ല, ധൈര്യത്തിൽ കയറിക്കൊന്ന് പറഞ്ഞാൽ ഞാൻ കയറും. മനസ്സിൽ ആരോ പറഞ്ഞ പോലെ. പക്ഷേ ഇതിപ്പോൾ എന്താണ് എനിക്ക് കയറാൻ ധൈര്യം പോലെ. ഞാൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച വന്ന് പറിച്ചു തരാറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച വന്നാൽ ഇതന്നെ അവസ്ഥയാണ്. എന്തായാലും ഞാൻ കയറണം. മൂപ്പരാർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. सल्ला पानी. हेलो सेठ, ये काम ऐसा कोई करेगा? अब इतना डेंजर गाड़ी के नीचे मेरा काम कैसा लगा? बहुत अच्छा लगा। हाँ आपका दुआ हाँ वीडियो आपका दुआ का वजन से ये काम हुआ. मैं बोला था मेरे से नहीं होएगा करके. मैं इतना संभाल के काम किया. आप बोला बेटा तू चढ़ो कैसे भी मेरा दुआ करके, है कि नहीं बेटा? गाड़ी അയ്മ കയറി റബ്ബേ, കയ്യും കാലൊക്കെ വിറച്ചിട്ട് അടച്ചാനുള്ള കാക്ക് ഒന്നും സംഘടന കൈ കണ്ട കൊലയാണേ. അതൊക്കെ ഈ വണ്ടിയാ. है बेटा कैसा मेरा काम कैसा था सबीर भाई? कैसे है? कोई एक भी नारियल नहीं गिरा है ना सेठ? दूसरा कोई ऐसा करेगा क्या? आप बोलो. അത്രക്കും ഇടങ്ങറായിട്ടാണ് ആ തെങ്ങുമ്മ കയറി റബ്ബേ. എന്തായാലും ഉറുമ്പൊന്നും കടിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് കാണി, സിംഹത്തിൻ്റെ കൂട്ടിൽ ഒരാൾ സിംഹം ഇങ്ങനെ ഇതിനുള്ളിൽ ഇങ്ങനെ സിംഹത്തിനെ വളർത്തുകയും പെട്ടെന്ന് ഒരാളാണ് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടി വീഴുക എന്തെങ്കിലും വീഴുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ അതിനെ രക്ഷപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ഓനിക്ക് എത്ര കൊടുക്കണം നിങ്ങൾ പറയും. അപ്പം ഞാൻ ഇവർക്കിപ്പോൾ അയാൾ 5000-6000 റുപ്യ തരും, 50,000-4000 റുപ്യ ഇളനീനുണ്ട്. എന്താ അത്രയും ചോര നീരായിട്ട് അധ്വാനിച്ച് കാലൊക്കെ ആണെങ്കിൽ വേദന എടുത്തിട്ട് എല്ലാം പണിയെടുത്തിട്ടാണ് ഒരു 10 റുപ്യ ഈ കോലത്തിൽ നിന്നിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിംഹം വീണിട്ട് സിംഹത്തിൻ്റെ അടിയിൽ ഒരാൾ പൊട്ടിട്ട് ഏതൊരു മനുഷ്യൻ അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടി കടന്നിട്ട് ഓൻ അതിനായിട്ട് രക്ഷപ്പെടുത്തിയാൽ നിങ്ങളെന്താ എനിക്ക് ഓനക്ക് 500 കൊടുക്കണ്ട, 5000 കൊടുക്കണ്ട, 5 ലക്ഷം കൊടുക്കണ്ട. അതേമാതിരി ഒരു അപകടം പിടിച്ച പണികളൊക്കെ എടുത്തിട്ടാണ് ഞാനൊരു 10 റുപ്യ ഉണ്ടാക്കണേ. മാഷാല്ലാ ഇന്നത്തെ വീഡിയോ ആണ്. ശനിയാഴ്ച മാഷാല്ലാ പണി കഴിഞ്ഞിട്ടാ. ഇത് ഒരു 4 എങ്ങ് കയറി ഒരു 200 ഉണ്ടായിരുന്നേ. അപ്പോൾ അയാൾ അവർക്ക് ഒരു 50 മതി, 150 കൊണ്ടുപോയിക്കുന്നു. കാരണം എന്നെ കൊണ്ട് ചെത്താൻ വയ്യാറ്. കാരണം ഞാൻ ഈ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ ആ പണിക്ക് നിൽക്കലില്ല. സംസുഖമാണ് ചെത്തി കൊടുക്കല്. സംസുഖ എത്തി കൊടുത്താൽ അയാൾ 500-1000 റുപ്യക്ക് സംസുഖക്ക് വേറെ കൊടുക്കും. പിന്നെ എൻ്റെ സന്തോഷത്തിന് ഞാൻ സംസുഖക്ക് വേറെ അങ്ങനെ സംസുഖം 10,000-2000 റുപ്യ സംസുഖക്ക് കിട്ടിയിരുന്നു. സംസുഖ നാട്ടിൽ എന്താ ചെയ്യാമല്ലോ. ആ ചാലോ ഈ മുട്ടിക്കഷ്ണം ഞാൻ കൊടുത്തതാണ് അയാൾക്ക്. കാരണം വെച്ചാൽ ഇതിനെ ചെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞ് യാത്ര വാങ്ങി കൊടുത്ത് തെങ്ങിൻ്റെ അത്. അപ്പോൾ സംസുഖ ഉണ്ടെങ്കിലേ സംസുഖക്കല്ല, സംസുഖ എത്ര ദിവസമായി നാട്ടിൽ പോയിട്ടില്ല. സംസുഖ നാട്ടിൽ കമ്പനിക്കാരെ കൂടെ ഇരുന്ന് വിലച്ചായിരുന്നുണ്ട്. ചായയും കുട്ടികൾ ഇവിടെ ആക്കിയിട്ട് ഇവിടെ വന്നൊരു 10 റുപ്യ ഉണ്ടാക്കിക്കൂടാ പാവത്തിന്. ഇത് ഞാൻ 150 എൻ്റെ വണ്ടി കിട്ടി. ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം എന്നോട് അയാൾ പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന്. എന്നാലും ചെയ്യാൻ പാടില്ലല്ലോ. ആരാൻ്റെ മുതൽ അങ്ങനെ ഇയാൾ പറഞ്ഞ പൈസ ഇല്ല. അപ്പം ഞാൻ പൈസ ചോദിച്ചാൽ ഇരിക്കൊണ്ട് തരില്ല. അയാൾ 5000-6000 റുപ്യ തരും. പിന്നെ ഇതിൻ്റെ പൈസ വേറെ നല്ലൊരു മനുഷ്യനാണ്. ഇയാളെ വണ്ടിയെ ഗാഡി അടിക്കാതെ എടുക്കോ. അലിക്കാക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയത്. ആ നീരല്ലോ ഇത് പാത്രത്തിലേക്ക് നഷ്ടം കൊടുക്കുക. അത് ഓടിയാ എന്നാ ശരി തട്ട एक मेरे को दे दे बस. फेंक दूंगा सेठ. अभी मैं आ रहा हूँ, खाली गाड़ी में उधर खड़ी करके मैं आऊँगा वापस. क्या तुमको भी चाहिए क्या? हाँ एक दे रहा हूँ मेरे को भी. चलो पिया चलो कट कर लो सबीर भाई. കണ്ടില്ലേ ഈ മരം മുട്ടി ഉണ്ടെങ്കിൽ നല്ല സുഖം शाम को आना. ചെത്താന്.
സംസുക നാട്ടിലിങ്ങനെ മനസ്സിലാക്കാണ്. സംസുക അവിടെയുള്ള കമ്പനിക്കാരെ കൂടെ എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വിടുക. കമ്പനിക്കാർ പൈസ ഉണ്ടാക്കി ഉച്ചരിക്കുക. സംസുക ഞാനും പൈസ ഉണ്ടാക്കിയിട്ടില്ല. അലിക്ക നിങ്ങളെ കാറ് തട്ടാ സെഡ് ബോൾത് അലിബായിക്കോ ഗാഡി. നിങ്ങൾ ഇഷ്ടപ്പെട്ട കാറാ. എപ്പോഴും നിങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കബ്ബി भी आएगा तो ये सेट बोलता अलीबाई को वीडियो निकाल के भेजो करके. ठीक है सेट वीडियो निकाल के भेजो. थैंक यू. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞ് ടൈം കിട്ടണോ ഓക്കെ അപ്പി टाइम कितना? हाँ 9:30 होगा. चलो सर अस्सलाम वालेकुम. चलो हाँ 3 महीने में आप बुला लो, मैं आ जाऊँगा. नहीं कुछ भी रहेगा तो मेरे को फ़ोन करो. मैं आता ना आपका एक गिरेगा तो क्या है, पता गिरेगा. हाँ वो कुछ नहीं होएगा, उसका जरा भी टेंशन मत लो. मैं बोल रहा ना. ठीक है चलो ठीक. हाँ മാഷാ അല്ലാ. എൻ്റെ അധ്വാനം എൻ്റെ വയർപ്പ് ഒരുപാട് ഉറുമിൻ്റെ കടിയൊക്കെ കൊണ്ടിട്ട് കിട്ടിയ പൈസ കേട്ടാ. ഇതാണ് 1000, 2000, 3000, 4000, 5000, 6000 രൂപ. ഞാൻ അതിൽ 2-3000, 4000 രൂപ ഇളഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ. എൻ്റെ നല്ല അധ്വാനമാണ്. നിങ്ങളാരും സങ്കടപ്പെടേണ്ട. ഈ ആദ്യം അധ്വാനിക്കണം. നിങ്ങൾക്കൊക്കെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവും. പൈസ നിങ്ങളൊന്ന് കയറി നോക്കി. എന്നിട്ട് നിങ്ങൾ ഇതേമാതിരി അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങളെ അവസ്ഥ നിങ്ങൾ കയറില്ല. തെങ്ങേറ്റക്കാരോട് കയറാൻ പറഞ്ഞത്. തെങ്ങേറ്റക്കാർ എങ്ങനെയെങ്കിലും അവർ എങ്കിലും 10 രൂപ കെട്ടിച്ച് ചിലപ്പോൾ ജീവൻ പണം വെച്ചിട്ട് കയറും. അത് അല്ലാത്തൊരു കയറി നിങ്ങൾ. എന്നിട്ട് ഇങ്ങനെ ഈ അപകടം പിടിച്ച വാഹനത്തിൻ്റെ മുകളിലും ജനങ്ങൾ പോകുമ്പോൾ ഇന്ന് ആ ഒരു കുളത്തുണ്ടല്ലോ കുറച്ചോനെ ആ കുളത്താണ്ട് വിട്ടുപോന്. അത് വേറെ വണ്ടിമാണ്ട് കുളത്തി. ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഈ പൈസ ഉണ്ടാക്കിയ നാളെ എന്താ പറയുക, എപ്പോഴെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് മൊത്തം ഇങ്ങോട്ട് കൊടുക്കണം. ഇക്ക എത്ര അടി കിട്ടിയിട്ടുണ്ടാവും വണ്ടീൻ്റെ മുകളിൽ പൾസറിൻ്റെ മുകളിലൊക്കെ വീണിട്ട്. എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരങ്ങളൊക്കെ ഞാൻ വെച്ചു കൊടുത്ത്. അതുപോലെ അന്തേരിയിൽ സിമെൻറ്റിൻ്റെ സീറ്റുമൊക്കെ വീണിട്ട് സിമെൻറ്റ് ഈ വണ്ടി പോയിട്ട് സിമെൻറ്റിൻ്റെ സീറ്റ് വാങ്ങി കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് എന്നെ വിട്ടത്. അതുവരെയൊക്കെ ലൈസൻസ് അവിടെ വാങ്ങി വെച്ച്. പലയിടത്തും പല അപകടങ്ങളും. അതുപോലെ ചർച്ചിക്കറ്റ് റെയിൽവേൻ്റെ ആ വലിയൊരു ബൾബ് ഉണ്ടായിരുന്നു, 5000-6000 രൂപയുടെ ബൾബ്, 7000 രൂപയുടെ. അന്ന് ഒരു കൊല്ലൊരുപാടായി അയ്മക്കാട് വീണ് പൊട്ടിയ. ഇങ്ങനെ പല അപകടങ്ങൾ കേൾക്കുണ്ടാവും. ഈ 10 രൂപ കിട്ടി. ഇതിപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഞാൻ 5000 രൂപ അയച്ചു കൊടുത്ത് മിഞ്ഞാന്ന് ഉമ്മാക്ക് ചെലവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാരുടെ നിസ്കാരപ്പായിലുള്ള തുക കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഉമ്മാക്ക് 5000 അയച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു 3000 രൂപ മാറ്റിയേക്കാൻ കിട്ടി. ഇനി ഓനക്ക് അയാൾ ഒരു 500 രൂപ വേറെ കൊടുത്ത് ചാടിക്കാണ്. ഇനി എൻ്റെ വകമായിട്ട് ഓനക്ക് വേറെ കൊടുക്കും. അപ്പം നല്ല അധ്വാനിച്ചിട്ടുണ്ടാക്കണ പൈസ കേട്ടാ. നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. ഞാൻ അത്രയും കാരണം എന്താ, നമ്മൾ ഈ വൈകുന്നേരം വരെ കടയിലിരുന്ന് 500-600 രൂപ കിട്ടുക ഏത് കച്ചവടക്കാർക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് ചോര നീരായിട്ട് അധ്വാനിക്കുമ്പോൾ ഒരു 1000, 2000, 3000 രൂപ 2 പെൺകുട്ടികളും കൂടി കെട്ടിക്കാണ്ട് അതും കൂടി കെട്ടിച്ച് കഴിഞ്ഞാൽ ഞാനിതൊക്കെ നിർത്തിയിട്ട് ഇതേമാതിരി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓടിക്കും. ഞാൻ അതിൻ്റെ അത്ര സത്യമാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കച്ചവടമുണ്ട്. ബോംബെയിൽ 4-5 കടണ്ട് എൻ്റെ റൂട്ടുമ്പത്തെ. അതൊക്കെ ലക്ഷം പൈസ കൊണ്ട് കെട്ടിയിട്ട് കട എടുത്തതാണ്. അങ്ങനെ ഇനി നാട്ടിൽ രണ്ട് കട ഉണ്ടാക്കിയിട്ടുണ്ട് വീടിൻ്റെ മുന്നിൽ. പക്ഷെ അതൊന്നും പറ്റാത്തൊരു സാഹചര്യം വരച്ച് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് നാട്ടിൽ ഓടിക്കുക. അങ്ങനെയൊക്കെ തന്നെയുള്ള മനസ്സിൽ. അല്ലാതെ വലിയ കോടീശ്വരന്മാരെ മാതിരി വലിയ അതൊന്നും ഇല്ല. പക്ഷെ എങ്ങനെയാണോ നമ്മൾ അധ്വാനത്തിൽ കൂടെ കയറി പോകുന്നത്, ആ അധ്വാനത്തിൽ കൂടെ നമ്മൾ വേറെ നമ്മൾ ജീവൻ ഒന്നുമില്ലാതെ 15 കൊല്ലം കൊണ്ട് ഞാൻ ഒന്നുമില്ലാതെ വന്ന ആളാണ്. അപ്പോൾ അത്രമാത്രം ചോര നീരായിട്ട് കഷ്ടപ്പെട്ടിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ എങ്ങനെ വന്ന്, അപ്പം ഞാനൊരു 10 രൂപ ഉണ്ടാക്കാൻ കുറച്ച് വലിയൊരു പണക്കാരായി, കുറച്ച് വലിയ പണക്കാരല്ല, കുറച്ചൊരു പൈസ ഒരു സമ്പത്ത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മൾ വന്ന ഏത് വഴിക്ക് കൂടെ അതേമാതിരി കഷ്ടപ്പെട്ട് നമ്മളെ റൂഹ് പോകുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് പടച്ചോനെ നമുക്ക് ആ വഴി തുറന്നുകൊണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ അഹങ്കാരം കാട്ടിയിട്ട് അവിടെ ഈ കൊമ്പട് ഒഴിവാക്കിയിട്ട് വേറെ കൊമ്പുമ്പോൾ പിടിക്കാൻ നിന്നാൽ വലിയൊരു നമുക്ക് പിന്നെ ഒന്നും സമ്പാദിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ അധ്വാനമാണ്. എൻ്റെ അമ്മക്ക് ഇന്നലെ ഞാൻ 5000, അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു 5-6 തെങ്ങ് വേറെ ഇന്നലെ വന്നിട്ടുണ്ട്. അതിമത്തെ തേങ്ങയും കൊണ്ടേക്കോ ഒരു 1500 രൂപ തരുള്ളൂ. പിന്നെ 5 തെങ്ങുമ്പത്തെ ഇളഞ്ഞിനും തരും. സല്ല നിങ്ങളാരെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊരുത്തപ്പെടുന്നത് ഇതിൻ്റെ അധ്വാനം, എൻ്റെ വയർപ്പാണ്. ഇവിടെ ഒരുപാട് വയർത്തിൽ ഉറുമ്പിൻ്റെ കടിയൊക്കെ കൊണ്ടുണ്ടാക്കിയത്. കുറേ ആൾക്കാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ചിലർ സങ്കടപ്പെടും. നിങ്ങൾക്കൊക്കെ അള്ളാഹ് തരും. എനിക്ക് കിട്ടിയ പോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യലുണ്ട്. ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി ഏത് മനുഷ്യനും കണ്ണത്ത രാജ്യത്ത് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കട്ടെ എന്നും, അതുപോലെ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കും പറമ്പിൽ പണിയെടുക്കുന്നവർക്കും ഓരോ മനുഷ്യന്മാരും നാട്ടിൽ ജീവിക്കുന്നവർ ഭാര്യയും മക്കളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യണവരാണ്. ഒരാളെ മുതൽ കട്ടിട്ട് ആരും അധ്വാനിക്കണില്ല. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. എനിക്ക് കിട്ടണ പോലെ നിങ്ങൾക്കും കിട്ടും. ഇൻഷാല്ലാഹ്. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ച് എന്നോട് പൊരുത്തപ്പെടുക. അസ്സലാമു അലൈക്കും. മാഷാല്ലാഹ്. തെങ്ങുമത്തെ ലോട്ടറി അടിച്ചാൽ പറ്റും. ഈ കാണുന്നത് മാത്രമായിട്ട് അതില്ല.
അതൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ പൈസ കൊണ്ടുപോയി കെട്ടിയിട്ട് പറിച്ചു കൊടുത്ത മുതലാണ്. ഇവിടുത്തെ ഇതിൻ്റെ മൊത്തം 2 തെങ്ങുമത്തെ ഇളനീന് മൊത്തം ആ സാറ് പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് ഇത്ര ഒന്നും വേണ്ട. അപ്പം ഇതൊക്കെ മലായി വലയാണ്. അപ്പോൾ ഇത് തേങ്ങയാണ്. അപ്പോൾ അത് വേണ്ട ഒപ്പിച്ച് കൊണ്ടുപോയിക്കുവാന്ന്. പിന്നെ കുറച്ച് പാനികളെ കിട്ടി, ഇതൊക്കെ കിട്ടി. എന്തായാലും ഒരു 3000 രൂപയുടെ മുതലുണ്ടാവും. സാധാ തെങ്ങുമത്തെ ലോട്ടറി അടിച്ചതാണിത്. ശനിയാഴ്ച 4/10/2020 10 മണി മുതൽ പണി തീർന്ന്. എന്തായാലും സാധാ കറണ്ട് ബില്ല് അടക്കാണ്ട് എല്ലാം ഉണ്ട്. 7500 വന്നിട്ടുണ്ട് കറണ്ട് ബില്ല്. ഇവിടുത്തെ ഈ കടയത്ത് ഞാൻ കിടന്ന് ഉറങ്ങുന്ന റൂമിൽ എൻ്റെ നാട്ടിൽ തൊക്കപ്പാടെ കൂടി. അപ്പോൾ നമ്മൾ അതുപോലെ ഇവിടെ ദേവീനെ കൊടുന്ന 2000 ഇവർക്ക് ഞാൻ കൊടുത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ അധ്വാനിക്കുക. നമ്മൾ ഒരാളെ മുകളിൽ കക്കൊന്നും വേണ്ട. നമ്മൾ ഒരാൾ ഉറുപ്പ്യ വാങ്ങി തിന്നും ചെയ്യേണ്ട. ഒരാൾ ഉറുപ്പ്യ നമ്മൾ വാങ്ങി തിന്നരുത്. എന്നിട്ട് നമ്മൾ പടച്ചവനോട് ദൈവത്തിനോട് ഇങ്ങനെ പടച്ചവനോട് പ്രാർത്ഥിക്കുക, അല്ല തരാതിരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസുകൾ കുറച്ച് ഇതിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ കാണാൻ ഇന്നത്തെ പണി എങ്ങനെയൊക്കെ അപകടം പിടിച്ച പണിയാന്നുള്ളത്. ഓക്കെ, കെട്ടിയ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിന്ന് കണ്ട് കിട്ടിയൊരു സമ്മാനമാണ് ഈ ഒരു സമ്മാനം. എന്തിന്റെ പേരിൽ? സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ കിട്ടിയൊരു സമ്മാനമാണിത്. സ്ത്രീധനം മാത്രം ഒഴിച്ച് കണ്ട് ഒരു പെണ്ണിനെ കെട്ടിക്കാണ്ട് പെണ്ണിന്റെ ജീവിതം തകർത്തി കൊടുക്കണ കുറെ ലക്ഷണം കണ്ട ചെറ്റകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ചെറ്റകളോടാണ് പറയണത്, നീയൊക്കെ ഏത് വാപ്പാനും മക്കളും ആയിക്കോട്ടെ, നിന്റെയൊക്കെ കാലിന്റെ അടിയിൽ കാലും നക്കിയാണ്ട് അടിമകളേക്കാൾ ജീവിക്കേണ്ടവളല്ല ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു പെണ്ണും. അത് കല്യാണം കഴിഞ്ഞ പെണ്ണായിക്കോട്ടെ, ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണുങ്ങളായിക്കോട്ടെ, ആരായാലും ശരി, നീ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേമാതിരിയുള്ള സ്വാതന്ത്ര്യവും എല്ലാ അവകാശവും അതേമാതിരി ആ ഒരു പെണ്ണിനുണ്ട്. പല പെണ്ണുങ്ങളും ഇന്നത്തെ കാലത്ത് കല്യാണമേ വേണ്ട എന്നും പറഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കിയാണ് പണിയെടുത്തിക്കാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ, സിംഗിൾ ലൈഫൊക്കെയാണ് ഇവിടെ ജീവിച്ചു പോണത്. എന്തുകൊണ്ടാണ് ഇതേമാതിരിയുള്ള പീഡനങ്ങളെ അനുഭവിക്കണ്ടല്ലോ എന്നോർത്തിട്ട് പല ആണുങ്ങൾക്കും ഇവിടെ പെണ്ണ് കിട്ടാത്ത കാരണം എന്താണ്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ്.